കരിയർ തുടങ്ങിയിട്ട് 18 വർഷങ്ങൾ. 2007 ഇന്ത്യൻ ടീമിന് വേണ്ടി അരങ്ങേറ്റം. 49 എന്ന ആവറേജ്, 11,000-ൽ പരം റണ്ണുകൾ, 276 മത്സരങ്ങൾ. ഇത്രയും കാത്തിരിക്കേണ്ടി വന്നു ഇന്ത്യയുടെ ഹിറ്റ്മാന് ലോകത്തെ 1-ാം നമ്പർ ബാറ്ററാകുവാൻ. ഒരു വേൾഡ് കപ്പിൽ 5 സെഞ്ചുറി ഉൾപ്പെടുന്ന 600-ൽ പരം റണ്ണുകൾ നേടുന്ന താരമായിരുന്നിട്ടുകൂടി അദ്ദേഹത്തിന് ലോകത്തെ 1-ാം നമ്പർ ബാറ്ററാകുവാൻ അന്ന് സാധിച്ചിരുന്നില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറി ഏകദിന ക്രിക്കറ്റിൽ നേടിയ താരമാണ് രോഹിത് ശർമ്മ. 3 ഡബിൾ സെഞ്ചുറികളാണ് രോഹിത് ശർമ്മക്കുള്ളത്. 264 എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കരിയർ ബെസ്റ്റും രോഹിത് ശർമ്മയുടെ തന്നെയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ഇത്രയും കാത്തിരിക്കേണ്ടി വന്നു. ഇന്ത്യൻ നിരയിൽ ODIയിൽ റൺവേട്ടക്കാരിൽ 3-ാമനാണ് രോഹിത് ശർമ്മ. 11,000-ൽ പരം റൺ നേടിയപ്പോൾ രോഹിത് ശർമ്മ മറികടന്നത് സൗരവ് ഗാംഗുലിയെയാണ്. എന്ത് നീണ്ട കാത്തിരിപ്പാണല്ലേ. ക്യാപ്റ്റൻസിയും തന്റെ പദ്ധതികളും 2 ICC ട്രോഫികൾ തുടരെ നേടിയിട്ട് നഷ്ടമായിട്ടും അദ്ദേഹം കൈവിട്ട് കളഞ്ഞില്ല. സ്വപ്നം ഒന്നു മാത്രം, 2027 വേൾഡ് കപ്പ്.